ഫവസ നമസ്കാരമുണ്ട്. നമസ്കാരം. ഊണൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? അപ്പൊ ആന നിന്നാലും ആന ചരിഞ്ഞാലും പന്തീരായിരം എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ടേ. അപ്പോ അതുപോലെ തന്നെയാണ് ഇപ്പൊ ചില ആളുകളുടെ കാര്യങ്ങൾ. അധികാരത്തിലിരുന്നാലും അധികാരത്തിന് പുറത്തേക്ക് പോയാലും വാർത്തയാവും. ഈ അധികാരം എന്ന് പറഞ്ഞാൽ കസേരയാണല്ലോ. ഈ കസേര കിട്ടുമ്പോൾ അധികാരം, കസേര പോയാൽ അധികാരം ഇല്ലാണ്ടാവും. അപ്പൊ കസേരയിൽ ഇരിക്കുമ്പോൾ മേലാളൻ, കസേര ഇല്ലാണ്ടായി കഴിഞ്ഞാൽ കീഴാളൻ. എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഈ കസേരയെ കുറിച്ച് പറയുമ്പോ പണ്ടൊരാള്, ഒരു വിദ്വാൻ, നമ്മുടെ കേരളത്തിലെ വലിയ വലിയ സ്ഥാനമാനങ്ങളിലൊക്കെ വലിയ വലിയ കസേരകളിലേക്ക് എടുത്തൊരു വിദ്വാൻ ന്യൂയോർക്കിൽ പോവുകയുണ്ടായേ. ന്യൂയോർക്കിൽ പോയിട്ട് അവിടെ ആ ചത്തുരത്തിൽ ഒരു ഇരുമ്പ് കസേരയിൽ കയറി അങ്ങിരുന്നു. അപ്പൊ ഇവിടെയുള്ള വിദ്വാൻമാര്, ഈ സഖാക്കന്മാരെന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളൊക്കെ ഉണ്ടല്ലോ, എന്ത് പറഞ്ഞാലും ന്യായീകരിക്കുന്ന കുറച്ച് ആളുകള്, അവര് പറഞ്ഞ എന്താച്ചാ അത് ഇറിഡിയം കൊണ്ടുണ്ടാക്കിയ കസേര അത്രേ, അല്ലാണ്ട് പാട്ടക്കസേര അല്ല. ഇറിഡിയം കൊണ്ടുണ്ടാക്കിയ ആ കസേരയല്ല. നമ്മുടെ ഇവിടുത്തെ ആ വലിയൊരു മുഖ്യ കസേരയിൽ ഇരുന്ന ഒരാൾ അവിടെ പോയി ഇരുന്നെന്ന് പറയണേ. ഇത് തന്നെ ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ടോ. കാരണം ആ കസേരയൊക്കെ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഒരു വലിയൊരു കൊടുങ്കാറ്റ് ഉണ്ടായേ 2026. ആ കൊടുങ്കാറ്റില് കൂടെ കുറെ ആളുകൾക്ക് കൂടി സഞ്ചരിച്ചിരുന്ന ആളുടെ എണ്ണം 35 കുറഞ്ഞു. ബാക്കി 99 ആളായിരുന്നു, 35 കുറഞ്ഞു. ആൾ ഒറ്റയ്ക്ക് നടക്കേണ്ടി വന്നു, ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നു. ഇപ്പൊ എന്താ കഥ? ഈ കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെ ഇരിക്കുക? കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കാന്ന് പറഞ്ഞാൽ തീവണ്ടി കാത്തിരിക്കുകയാണേ. തീവണ്ടി തിരുവനന്തപുരത്തേക്ക് പോകണം. നേരത്തെ വന്ദേ ഭാരതിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ആളൊരു ശ്രമമൊക്കെ നടത്തിയുണ്ടായി. ഇപ്പൊ സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്ക് സീറ്റൊക്കെ കിട്ടാൻ പറഞ്ഞ വലിയ പണിയാ. ഇപ്പൊ ഇന്ത്യ പോലും പഴയ പോലെ നമ്മൾ കയറി ചെല്ലാൻ പറ്റില്ല, കാശ് കൊടുക്കണമല്ലോ. പണ്ടാകുമ്പോ ഈ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കൈയിട്ട് വരെ ഇഷ്ടം പോലെ അങ്ങ് കൊടുക്കായിരുന്നു. അപ്പൊ അതൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ശരണം. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ പണ്ട് അധികാരത്തിൽ ഇരിക്കുമ്പോഴും അതിലിപ്പോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം അവിടെ 100 വണ്ടി പോലീസ് വരും. ട്രെയിൻ വരുമ്പോ ആ റെയിൽപാളത്തിന് ചുറ്റും ഇങ്ങനെ 2 സൈഡിലും ആളുകൾ കാവൽ നിൽക്കണ പോലെ പോലീസ് നിൽക്കും. എന്നിട്ടോ ഈ റെയിൽവേ സ്റ്റേഷന്റെ അന്നത്തെ സിമെന്റ് ബെഞ്ചിൽ ആളിരിക്കില്ല. അന്ന് നല്ല കുഷിയനൊക്കെ ഇട്ട് വെടിപ്പാക്കി നല്ല ടർക്കി ടൗലൊക്കെ ഇട്ട് അതുമ്പോ കൊണ്ടുവന്ന ആളെടുത്തും ചുറ്റിനും തോക്കൊക്കെ പിടിച്ച് കുറെ പോലീസുകാരും. ഏതെങ്കിലും ആളുകൾ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ യാത്ര ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും ആർക്കും പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ പോലും പറ്റിയിരുന്നില്ല. ഇന്നിപ്പൊ എന്താ ഗതി കണ്ട നമുക്ക് സങ്കടം വരും. അവിടെ ഒരു സിമെന്റ് ബെഞ്ച് അല്ല കേട്ടോ, സ്റ്റീൽ ബെഞ്ച്. സിമെന്റ് ബെഞ്ചൊക്കെ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയല്ലോ. ആ സ്റ്റീൽ ബെഞ്ചിൽ ഒടുങ്ങി മടങ്ങി ആ ഒരു പരിവാരങ്ങളും ഇല്ല, 41 പേരും ഇല്ല, ആനയില്ല, അമ്പാരിയില്ല, വെൺകെട്ടുകട ചത്ര ചാമരങ്ങളൊന്നും ഇല്ലാതെ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായേ. എന്താ ഓരോ മനുഷ്യന്റെ ഓരോ അവസ്ഥയിലേ. അതായത് ഇങ്ങനെ പണ്ട് പൂന്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2-4 ദിനം കൊണ്ട് ഒരുത്തരെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് ചാർത്തുന്നതും ഭവാൻ. ഇത് എനിക്കിപ്പോ പറയാനുള്ള കാരണം ഫാസിന് ഓർമ്മ വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഒരാളങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കണത് ഇല്ലേ? ഇല്ലേ? ഇത് മാത്രല്ല, ആ വിദ്വാൻ എനിക്ക് തോന്നുന്നത് എല്ലാം മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും ഒരു കേരളയിൽ എന്ന് പറഞ്ഞ വിദ്വാന് മാത്രം സഞ്ചരിക്കാൻ വേണ്ടിയുള്ള വലിയ തരത്തിലൊരു ട്രെയിൻ സഞ്ചരിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. പക്ഷെ എന്ത് പറയാ, നിർഭാഗ്യം എന്ന് പറയാം, അത് നടന്നില്ല. അല്ല, അത് ഈ ആൾക്ക് വേഗത്തിൽ അങ്ങോട്ട് സഞ്ചരിക്കാൻ മാത്രമല്ല, അപ്പം വിൽക്കാൻ കൂടിയാ. അതായത് ഷൊർണൂരിലുള്ള കുടുംബശ്രീ യൂണിറ്റിലുള്ള നമ്മുടെ അമ്മമാരും സഹോദരിമാരൊക്കെ ഉണ്ടാക്കണ അപ്പം ഉണ്ടല്ലോ, ഒരുപാട് അപ്പം അവിടെ ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ ഈ കൊട്ടക്കണക്കിന് ഉണ്ടാക്കണ അപ്പം കൊച്ചിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എങ്ങനെ? ഈ കേരളയിലേക്കൂടെ ദിവസം 10-39 വണ്ടികൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാനുള്ള തലങ്ങും വിലങ്ങും. അപ്പൊ ഒരു വണ്ടി അങ്ങ് പോയിന്ന് വെച്ചാൽ അപ്പം കൊട്ടയില് ചൂടുള്ള അപ്പമൊക്കെ കെട്ടിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അവർ വരുന്നു, തലച്ചൂടായിട്ട് വരുന്നു. അപ്പൊ അവിടെ വരുമ്പോ ഒരു ട്രെയിൻ അങ്ങ് പോയി. കുഴപ്പമില്ല, ഒരു ട്രെയിൻ അങ്ങോട്ട് പോയി വെച്ചാൽ 10 മിനിറ്റിനുള്ളിൽ അടുത്ത ട്രെയിൻ വരുമല്ലോ. 10-39 ട്രെയിനാണല്ലോ ഓടുന്നത്. അപ്പൊ ഈ ട്രെയിൻ കേവലം 15-20 മിനിറ്റ് കൊണ്ട് കൊച്ചിയിലെത്തും. എവിടെ നിന്ന്? ഷൊർണൂരിന്ന് കൊച്ചിയിൽ 20 മിനിറ്റ് കൊണ്ട് എത്തും. അവിടെ 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് ഈ ചൂടപ്പം ഒക്കെ വിൽക്കും. ഈ അപ്പം മുഴുവൻ ചൂടോടുകൂടി അവിടെ വിൽക്കും. വിറ്റ് കഴിഞ്ഞിട്ട് ഇവര് ഉച്ചയ്ക്ക് മുമ്പ് അവരുടെ വീട്ടിലെത്തി കൈയും കാലും മുഖം കഴുകി അവർക്ക് ഊണ് കഴിക്കാൻ പറ്റും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പറ്റുന്ന നമ്മുടെ വേറൊരു വിദ്വാൻ പറഞ്ഞതേ. അതായത് ഇപ്പൊ ആ വിദ്വാനെ കുറിച്ച് ഓരോരോ കമ്മിറ്റികളിൽ ഉയർന്നു വരുന്ന അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് മിണ്ടിപ്പോകരുതെന്നാ പറഞ്ഞേക്കണേ. കാരണം ശുദ്ധ വിവരക്കേട് വിളിച്ചു പറയണ കേരളത്തിൽ 1-ാം നമ്പർ ആളാരാന്ന് വെച്ചാൽ ഞാനാണ് എന്ന് പറഞ്ഞ് കൈ പൊക്കണേ ഈ വിദ്വാനാണ്. ഈ കൂടെ ഓടിയിരുന്ന 99 എണ്ണത്തിനെ വീഴ്ത്തി ഇപ്പൊ 35 ആക്കിയെന്ന് പറയണത്. അതും ഫവാസ് കേട്ടിട്ടുണ്ടാവണല്ലോ അല്ലേ? കേട്ടു. അപ്പൊ ഈ മട്ടില് കാര്യങ്ങൾ അങ്ങോട്ട് പോകുമ്പോ വീണിതെല്ലോ കിടക്കുന്നു ശിവശിവ ശോണിതവും അണിഞ്ഞ് എന്ന കുഞ്ചൻ നമ്പ്യാരുടെ ആ ഒരു പദമാണ് കേൾക്കണതേ. അതായത് കുരുക്ഷേത്ര ഭൂമിയിൽ ആളും ആരവവും ഒന്നുമില്ലാതെ
വെടിയേറ്റ്, അല്ലെങ്കിൽ വെടിയേറ്റ് എന്ന് പറയാൻ പറ്റില്ല, കുരുക്ഷേത്രത്തിൽ വെടിയില്ല, വാള് വെട്ടേറ്റ് വീണ് കിടക്കുന്ന ആ ഒരാളുടെ ചിത്രം നമുക്ക് ഓർമ്മ വരണേ. എങ്ങനെ സഹിക്കും, എങ്ങനെ ഇത് കണ്ടു നിൽക്കും? കുടുംബക്കാർക്ക് പോലും കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ ഇത്ര ദയനീയമായ ഒരു രീതിയിലേക്ക് എത്തിച്ചേരും എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇത് കാലത്തിന്റെ കാവ്യനീതിയ എന്നൊരു പറച്ചിൽ കൂടി ഉണ്ടേ. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. നമ്മൾ ഈ ആളും ആരവും വെൺകൊറ്റക്കൂടെയൊക്കെ നമുക്ക് അധികാര ചിഹ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അധികാരം ഉണ്ടാകുമ്പോൾ കുറെ അവതാരങ്ങൾ വരും. ഈ അവതാരങ്ങൾ തന്നെ ഇപ്പതാ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരുത്തിയ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് ചെന്ന് എത്തിച്ച് പറയണ്ടേ. എന്തായാലും ശിവശിവ ആരോ കുരുട്ട് പറയണ്ടേ, എനിക്ക് തുമ്മലും വരണ്ട്. എന്തായാലും ഇത് കേട്ടപ്പോ അല്ലെങ്കിൽ കണ്ടപ്പോ കേരളത്തിന്റെ ആ ജനതയുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ചിത്രം പോലെ ന്യൂയോർക്കിൽ ഇങ്ങനെ ഫുൾ സഫാരി സൂട്ടിൽ ഒരാള് ഇങ്ങനെ ഒരു കസേരയിൽ ഇരിക്കുന്ന ഒരു ചിത്രം, ആ ചിത്രം ഇപ്പൊ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ചിത്രവും കൂടി കേരളത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ കാണിക്കണം. അതായത് അധികാരങ്ങൾ വരുമ്പോൾ അഹങ്കരിക്കുകയും ആഡംബര ജീവിതം നയിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇതുപോലുള്ള കൃത്യമായ കനത്ത തിരിച്ചടി കിട്ടും. ആകാശത്ത് നിന്ന് പടുപാതാളത്തിലേക്ക് പതിച്ച പോലെ ആയിരിക്കണം. ആളുടെ പേര് ഞാൻ പറയാണ്ട് മനസ്സിലായി കാണൂലല്ലേ? ഓ ഇല്ലയോ? മനസ്സിലായി. അപ്പൊ ഇനി ഇങ്ങനെ എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോ കാണാട്ടോ. നന്ദി, നമസ്കാരം.